Ladies and gentlemen, this is Adarsh and welcome to my comedy. ഒരു ലവ് സ്റ്റോറി, ഒരു ടോക്സിക് ലവ് സ്റ്റോറി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. എവിടെ നോക്കിയാലും ഈ സിനിമയെ പറ്റിയ റീലും പോസ്റ്റും ആണ്. ഞാൻ വിചാരിച്ചു കണ്ടു നോക്കാന്ന്. ഓൾറെഡി ലവ് സ്റ്റോറി നോമിന്റെ ഫേവറേറ്റ് ആണ്. ടോക്സിക് ലവ് സ്റ്റോറി അതുക്കും മേലെ പെരുത്ത് ഇഷ്ടമാണ്. ദിസ് ഇസ് ആക്ച്വലി എ റേറ്റഡ് ആണ്. അത്യാവശ്യം സെക്ഷൽ വയലൻസ് ഒക്കെ ഉണ്ട്. അഗ്ലി സ്റ്റോറി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതൊരു തെലുങ്ക് സിനിമയാണ്, പക്ഷെ തമിഴൊക്കെ അവൈലബിൾ ആണ്. ടോക്സിക് ലവ് സ്റ്റോറിയോ ഇത് ടോക്സിക് ലവ് സ്റ്റോറി അല്ല, ഇത് പ്രാന്ത്, മൂത്ത പ്രാന്ത്, മുഴുത്ത പ്രാന്ത്. ഇതിലെ നായകനായിട്ട് അഭിനയിച്ച ആ ചങ്ങായെ ആർക്കെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഊളംപാറെ കൊണ്ടാക്കുക. ദിസ് ഗായ് ഡെഫിനറ്റ്ലി നീഡ്സ് എ ട്രീറ്റ്മെന്റ്. കാരണം ആ ചങ്ങായെ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. റിയൽ സൈക്കോ. അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നായിക ചെറുപ്പത്തിൽ തന്നെ ഗോതം അങ്ങനെ ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലാവാണ്. ആ സമയത്ത് തന്നെ ആകെ ഉണ്ടായിരുന്ന അമ്മൂമ്മ തട്ടിപ്പോണത്. അപ്പൊ മാമൻ വന്നിട്ട് കൊച്ചിനെ ആളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ആ കൊച്ചിന് എന്തോ 10 വയസ്സ് അങ്ങനെ എന്തോ ഉള്ളൂ. ഇങ്ങേർക്കൊരു മകനും ഉണ്ട്, 10 വയസ്സ് എന്തോ ഉള്ളൂ. ആ ചെറുക്കനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രഷൻ മൂത്തിരിക്കുകയാണ്. ആ ചെറുക്കന്റെ അടുത്ത് ഈ പരട്ടക്കളവൻ പോയി പറയണേ, ഇതാ നിന്റെ ഭാര്യ വന്നിരിക്കുന്നു. പിന്നെ ആ ചെറുക്കൻ ജീവിതകാലം മൊത്തം ഈ കൊച്ചിനെ അങ്ങനെ കാണാൻ തുടങ്ങി. ഈ കൊച്ചിനെ കെട്ടി. പിന്നീട് ഈ കൊച്ച് ഈ പ്രാന്തന്റെ എങ്ങനെ രക്ഷപ്പെടുന്നു, ഇതാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ശരിക്കും ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര് പ്രാന്ത്, മൂത്ത പ്രാന്ത്. എന്നാൽ പോലും ഈ സിനിമ ഒരിക്കലും സീരിയസ് മോഡിലോട്ട് പോകുന്നില്ല. ഈ ചങ്ങായിയുടെ പേക്കൂത്ത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. യൂഷ്വലി സെക്ഷൽ വയലൻസ്, ഹറാസ്മെന്റ് പറയുമ്പോൾ അതിന് ഇന്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അയ്യോ എന്ന് പറയാൻ തോന്നും. ഇത് കിണിക്കാനാണ് തോന്നുന്നത്. കോമാളിത്തരമാണ് ഈ ചെറുക്കൻ കാണിച്ചു വെക്കുന്നത്. അതായത് ഈ കൊച്ചിന് ഇവനെ ഇഷ്ടമല്ല. ഇവൻ പോയിട്ട് ഈ കൊച്ചിനെ സിഗരറ്റ് വെച്ച് പൊളിക്കുക, ബിയർ ബോട്ടിൽ വെച്ച് തലക്കടിച്ച് പൊളിക്കുക, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വായിൽ തിരികെ കൊടുക്കുക. എന്നിട്ട് ഇത്രയും ദ്രോഹിച്ചിട്ട് വൈകുന്നേരം വരുമ്പോ നിനക്ക് ലഡു ഇഷ്ടമല്ലേ, എന്നാൽ ലഡു കഴിക്കാൻ വേണ്ടി ലഡു കൊണ്ടുവരിക. നീ ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചാവും പറഞ്ഞിട്ട് വിറകൊക്കെ അടുക്കി വെച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കൊളുത്താൻ പോവുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിയല്ലടേ വരിക. ആൻഡ് മറ്റേ നായികയായിട്ട് അഭിനയിച്ച കൊച്ചു കിഡു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇത് ഒരു സ്പൂഫ് പടം എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് കാണാം. അല്ലാതെ ഇതൊന്നും വന്നിട്ട് മറ്റേ സീരിയസ് പടം അല്ലെങ്കിൽ ഭയങ്കര വയലൻസ് ഉള്ള പടം ആ ഒരു മൂഡിലൊന്നും കാണാൻ പറ്റില്ല. കുറെ കിണിക്കാൻ വേണമെങ്കിൽ ഒരു സ്പൂഫ് പടം എന്നുള്ള രീതിയിൽ കാണാം, അത്രേ ഉള്ളൂ. ബാക്കി 10 വയസ്സിൽ കൊള്ളാത്താണ്. ഈ ഹറാസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്യണം. ഇത് എന്തോന്നിത്, ഈ ചങ്ങായിക്ക് മൂത്ത പ്രാന്ത്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇങ്ങേര് ഇതിനു മുമ്പ് വല്ല പ്രാന്താസ്പത്രിയിലായിരിക്കും. അല്ലാതെ ഒരാൾക്കൊന്നും ഇങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ ആളുടെ മറ്റേ ഒരു യങ് വേർഷൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി അയിൽ കാണിച്ച പോലെ കുറച്ച് പ്രാന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ എടുത്ത് മണപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്ന് പറയാനാ തോന്നിയത്. എന്നാൽ പോലും നല്ല പടമൊന്നുമല്ല. ദിസ് ഇസ് എ ബിലോ ആവറേജ് ഫിലിം. ആ മറ്റേ കൊച്ചിന്റെ പെർഫോമൻസും കൊള്ളാം, ഈ പ്രാന്തന്റെ പെർഫോമൻസും കൊള്ളാം. ബാക്കി ഒന്നുമില്ല ഈ പടത്തിൽ, ഒന്നുമില്ല. കുറെ അപരാധം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ആ കൊച്ചിനെ ദ്രോഹിക്കുന്ന വെച്ചാൽ ആ കൊച്ചിന് എന്താ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ അറിയില്ലേ? ഊമയാണോ കൊച്ച്? അത് എഴുത്തും വായനയല്ലേ, ടീച്ചറാണ്. കംപ്ലൈന്റ് കൊടുക്കാൻ വയ്യ. അപ്പൊ ഈ കൊച്ചൊക്കെ 4 ആളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതവും പോയില്ലേ? ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും ക്ലൈമാക്സിലാണ് പോലീസ് വരുന്നത്. അത്രയും കാലം പോലീസ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കായിരുന്നു തോന്നുന്നു. ഇത്രയും ദ്രോഹിച്ചവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് ചാവാൻ പോകുമ്പോ പറയാണ് ഐ ലവ് യു. ഇത് ചെക്കൻ ചത്തോട്ടെ പറഞ്ഞിട്ട് ഇരുന്നാ പോരെ, പടം തീർന്നില്ലേ? ഇതാ അതിന്റെ ഇടയിൽ എനിക്ക് ഒട്ടും വർക്ക് ആയില്ല. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. റാദത്താണ്ടായിട്ട് ഒന്നുമില്ല. സ്റ്റോറി പറയാനുള്ള സാധനം ഒന്നുമില്ല. അവന്റെ കുറെ പേക്കൂത്തും കുറെ വെള്ളടിയും കുറെ ബിയർ ബോട്ടിൽ പൊട്ടിക്കലും ഇതൊക്കെ എന്നെ കാണാനുള്ളൂ. സോ എനിക്ക് ഈ സിനിമ ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. അഗ്ലി സ്റ്റോറി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. ഇത് തെലുങ്ക് സിനിമയാണ്, തമിഴ് ഭാഷ അവൈലബിൾ ആണ്.